ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് കടുത്ത സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടാകാറുണ്ട്. നാം ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ നമുക്ക് നിരാശയും വിഷമവും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഈ ഇപ്പോൾ ഇതിന് എങ്ങനെ കരകയറണമെന്ന് നമ്മൾ ആലോചിച്ച് വിഷമിക്കാറുണ്ട്. ഈ സന്ദർഭങ്ങളെ നമുക്ക് ക്ഷമയോടെയും പ്രത്യാശയോടെയും നേരിടാമെന്ന് നമ്മുടെ പ്രകൃതി തന്നെ കാണിച്ചു തരുന്നു. പ്രകൃതിയിലേക്ക് നോക്കൂ. പ്രകൃതിയുടെ ഓരോ ചലനങ്ങളും ഭാവങ്ങളും നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. കടുത്ത വേനലിൽ എല്ലാ ഇലകളും പൂക്കളും എല്ലാം കരിഞ്ഞുണങ്ങി മണ്ണോട് ചേരുമ്പോൾ ആ വേദന കടിച്ചമർത്തി പ്രകൃതി മഴയ്ക്കായി കാത്തിരിക്കുന്നു. മണ്ണിൽ പുതിയ നാമ്പുകൾ മുട്ടിമുളയ്ക്കുന്ന ആ മഴമേഘങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഇതുപോലെ എല്ലാ ഇലകളെയും പൊഴിച്ചിട്ട് വിരൂപയാക്കി ശിശിരം കടന്നകലുമ്പോൾ വസന്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. തന്നെ സുന്ദരിയും മനോഹരിയുമാക്കുന്ന ആ വസന്തത്തെ കാതോർത്ത് പ്രകൃതി ഇരിക്കുന്നു. ഇതുപോലെ സൂര്യൻ പടിഞ്ഞാറേ ചക്രവാളത്തിലേക്ക് ഒളിക്കുമ്പോൾ ഇരുട്ടിൻ്റെ നിശബ്ദതയെ പതറാതെ പുലരിയുടെ പൊൻവെളിച്ചത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. നോക്കൂ, പ്രകൃതിയുടെ ഈ ഓരോ ചലനങ്ങളും നമുക്കുള്ള പാഠങ്ങളാണ്. ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ നല്ല ക്ഷമയോടെയും പ്രത്യാശയോടും ദൃഢനിശ്ചയത്തോടും കൂടി നല്ലൊരു നാളെ നമുക്കായി കാത്തിരിപ്പുണ്ട് എന്ന വിശ്വാസത്തോടെ നമുക്ക് ഈ പുതുവത്സരത്തെ വരവേൽക്കാം.